ഗൈസ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എൻ്റെ സ്വന്തം മുഖത്ത് കുറച്ച് കരിവാരി പുരട്ടാന്ന് വിചാരിച്ചു. വേറെ ഒന്നുമല്ല, കുറേ കാലമായിട്ട് എൻ്റെ ഇത് ഈ ഒരു ബ്ലാക്ക് ചാർക്കോൾ ഫേസ് മാസ്ക് ഉണ്ട്. ഇത് അച്ഛൻ സൗദിയിൽ നിന്ന് കൊടുത്തയച്ചതാണ്. അടിപൊളി മാസ്ക് ആണ്. ഞാൻ ആകെ ഒരു പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ളൂ. ഇത് രണ്ടാം പ്രാവശ്യമാണ്. അപ്പം ഞാൻ വിചാരിച്ചു വൈനോട്ട് ഒരു വീഡിയോ ഒക്കെ എടുത്ത് നമുക്ക് സുണ്ടറിയാവാന്ന്. ട്യൂബിനെ ഒന്ന് ഞെക്കേണ്ട ആവശ്യം പോലും വന്നില്ല. കാക്ക തൂറുന്ന വേഗതയിൽ അത് കയ്യിൽ വീണു കേട്ടോ. നമ്മുടെ സാധനം വന്നിട്ട് കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി ആയതുകൊണ്ട് ഡ്രസ്സിൽ വീഴാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു കറുത്ത ടീഷർട്ട് ഇട്ടിട്ടാണ് വന്നത്. പക്ഷെ എൻ്റെ പാൻറ്റിൽ മൊത്തമായിട്ട് ചളകൊളായിട്ടുണ്ടായിരുന്നു. അത് വേറെ കാര്യം. അപ്പം നമ്മൾ മെല്ലെ അപ്ലിക്കേഷൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. ഇത് തേച്ച് തുടങ്ങുമ്പോഴേ നല്ലൊരു കുളിർമ ഉണ്ടാവും കേട്ടോ. എന്താ സുഖം. ഇത് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. മൂക്ക് തുളച്ച് കയറി ഉള്ളി പോണ നാറ്റൊന്നും ഇതിനില്ല. ഇത് ബ്ലാക്ക് മാസ്ക് വിത്ത് ബാംബൂ ചാർക്കോൾ ആണ്. വൈറ്റനിങ് ആൻഡ് മോയ്സ്ചർ ബാലൻസ് എന്ന് എഴുതിയിട്ടുണ്ട്. ആ പറഞ്ഞത് ഏറെക്കുറെ ശരിയാട്ടോ. നമ്മൾ ഇത് ഉണങ്ങിയതിന് ശേഷം വലിച്ച് പറിച്ച് മാറ്റിയതിന് ശേഷം ഒരു ഇൻസ്റ്റന്റ് ഒരു ബ്രൈറ്റ്നസ്സും ഒരു മോയ്സ്ചർ കണ്ടന്റ് ഒക്കെ ഫേസിൽ ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് തേച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ചെറുതായിട്ട് എവിടേക്കോ ഒരു ചിമ്പാൻസിയുടെ ചായ തിളക്കൽ തോന്നിയില്ല എന്നില്ല. നിങ്ങൾക്കും തോന്നിയോ ഗൈസ്? അതാണ് ഞാൻ അങ്ങനെയൊക്കെ മുഖം വെച്ചത് കേട്ടോ. അങ്ങനെ നമ്മൾ ഫേസും നമ്മുടെ താടിയിലൊക്കെ തേച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ മൂക്കിലേക്ക് കടന്നിരിക്കുകയാണ്. മൂക്ക് എനിക്ക് ചെറുതായിട്ട് പണി തന്നു. മൂക്കിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ ചെറുതായിട്ട് ആ മൂക്കുത്തി ഊരാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അത് കാരണം തന്നെ ആ മൂക്കുത്തിയിൽ മൊത്തം ഈ സംഭവമായി. അപ്പം നിങ്ങൾ എന്നെ പോലെ ഇങ്ങനെ മൂക്ക് കുത്തിയവരാണെങ്കിൽ ഇങ്ങനത്തെ വല്ല പ്രൊഡക്റ്റ് തേക്കുന്നുണ്ടെങ്കിൽ ദയവ് ഇത് മൂക്കുത്തി ഊരി മാറ്റാൻ മറക്കരുത്. കാരണം ആ മൂക്കുത്തിയുടെ കല്ലിലായതൊക്കെ ഇനി ഒരച്ച് തേച്ചാൽ പോവെന്ന് എനിക്കറിയില്ല. ആയതായി ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നെറ്റിയിലേക്ക് കടന്നിരിക്കുകയാണ്. അങ്ങനെ നെറ്റി നമ്മൾ ഓൾമോസ്റ്റ് കഴിയാനായി. സത്യം പറഞ്ഞാൽ മുഖം മൊത്തം കഴിഞ്ഞു. കഴുത്തിലും കൂടെ തേക്കണമായിരുന്നു. പക്ഷെ ഞാൻ ഇങ്ങനത്തെ ഒരു ഡ്രസ്സും വീഡിയോ എടുക്കുന്ന കാരണം കഴുത്തിൽ തേച്ചില്ല. ഓൾറെഡി എൻ്റെ പാൻറ്റിൽ മൊത്തം ഇതിൻ്റെ ഒരു കളിയായിരുന്നു. അങ്ങനെ ഒരു നീണ്ട പ്രയത്നത്തിനൊടുവിൽ നമ്മുടെ മുഖത്തുള്ള കരിവാരി പുരട്ടൽ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഒരു 10 to 15 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ആ സമയത്തുള്ള എൻ്റെ ഓരോ കോപ്രായങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഒരു 12 to 13 മിനിറ്റിൽ എൻ്റെ മുഖത്ത് ഈ സംഭവം മൊത്തമായിട്ട് ഉണങ്ങിക്കഴിഞ്ഞു. ഇനി ഇത് വലിച്ച് പറിച്ചെടുക്കണം. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. എന്തൊരു വേദന എന്ന് പറഞ്ഞാൽ എവിടെയാണ് വേദന എന്നുള്ളത് പറയാൻ പറ്റില്ല. അത്രയ്ക്ക് ഒരു കോരി തരിച്ചിട്ടുള്ള ഒരു വേദനയാണ് കേട്ടോ. അപ്പം നമ്മൾ എപ്പോഴും ഇത് വലിക്കുമ്പോൾ താഴത്തെ ഈ ജോ ലൈന്ന് വേണം വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒറ്റ പറക്കലിന് എടുക്കാൻ വേണ്ടി നോക്കരുത്. 8ന്റെ പണി കിട്ടും. സ്കിന്ന് നല്ല രീതിയിൽ സാഗും ആവും. നിങ്ങൾക്ക് നല്ല വേദന എടുക്കും കേട്ടോ. നമ്മൾ എപ്പോഴും ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് സ്കിന്നിനെ നല്ല ടൈറ്റ് ആയിട്ട് പിടിച്ചിട്ട് റൈറ്റ് ഹാൻഡ് കൊണ്ട് മെല്ലെ പുള്ളി ചെയ്തെടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ ഇത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് എടുത്ത് തീരുള്ളൂ. ഒരുപാട് വേദന എടുക്കാതെ. ഞാൻ ഇത്രയൊക്കെ സൂക്ഷ്മമായിട്ട് എടുത്തിട്ടും എൻ്റെ അണ്ടക്കടാഹം വരെ കത്തിയിട്ടോ. പക്ഷെ ഞാൻ ആ ഒരു വേദന ഇതിൽ കാണിക്കുന്നില്ല എന്ന് മാത്രം. പക്ഷെ നമ്മളിത് മൊത്തമായിട്ട് അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാണ്ടല്ലോ മുഖത്തിനൊരു ഫ്രഷ്നെസ് ആയിരിക്കും. ചെറുതായിട്ടൊരു എരിച്ചിലും പുകച്ചിലൊക്കെ ഉണ്ടാവും. പക്ഷെ വീണ്ടും ഒന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് മോയ്സ്ചറൈസർ ഇട്ട സെറ്റാണ്. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ ഫേസ് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും ഗൈസ്. വിത്തൗട്ട് എനി മേക്കപ്പ് ചെറിയൊരു ഗ്ലോ വന്നിട്ടില്ലേ. അപ്പം ശരി ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് കരിപൂശൽ വീഡിയോ. വീണ്ടും കാണാം നമുക്ക്. ചാ ചാ.